ഇന്നത്തെ നമ്മുടെ യാത്ര കർണാടകയിലെ നാഗർഹോള ടൈഗർ റിസർവിന്റെ ഭാഗമായുള്ള കബിനിയിലേക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരുപിടി നല്ല കാഴ്ചകളാണ് ഓരോ പ്രാവശ്യവും കാട്ടിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോടമഞ്ഞ് പൊതിഞ്ഞു നിൽക്കുന്ന കാടും കടുവയും ആനകളും പിന്നെ കുറച്ചു പക്ഷികളും അടക്കമുള്ള ഒരു ഫോറസ്റ്റ് സ്റ്റോറിയാണ് ഇന്നത്തേത്. ഏതൊരു വൈൽഡ് ലൈഫ് പ്രേമിയുടെയും ആഗ്രഹമാണ് കോടമഞ്ഞിൽ കടുവയെ കാണുക എന്നത്. അതെന്തായാലും ഇപ്രാവശ്യം സാധിച്ചു. വെൽക്കം ടു ദ വൈൽഡ് ടെറിട്ടറി. നമുക്കെന്നാ ഇന്നത്തെ സഫാരി ആരംഭിച്ചാലോ? അങ്ങനെ 3 മണിക്ക് തന്നെ സഫാരി ആരംഭിച്ചു. കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ആദ്യത്തെ സൈറ്റിംഗ് ഒരു ആനയാണ്. അതോ ഒരു കൊമ്പൻ. ഈവനിങ് സ്നാക്ക് ആസ്വദിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് പുള്ളി. ആനയ്ക്ക് അത്ര ശരീര വലിപ്പമില്ലായിരുന്നുവെങ്കിലും കൊമ്പുകൾക്ക് നല്ല വലിപ്പമുണ്ടായിരുന്നു. അതിനെ അവിടെ വിട്ട് വേറെ എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കി ഞങ്ങൾ നീങ്ങി. ഒരു മലയണ്ണാൻ ജീപ്പ് കണ്ടതും വേറെ മരത്തിലോട്ട് ചാടിപ്പോയി. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ജംഗിൾ ലോഡ്ജ് ആൻഡ് റിസോർട്ടിലാണ് നമ്മൾ സഫാരി പാക്കേജ് എടുത്തിരിക്കുന്നത്. സ്റ്റേയും സഫാരിയുമുള്ള പാക്കേജുകളാണ് അവർ നൽകുന്നത്. ഒരു ദിവസം 2 സഫാരി ഉണ്ടാവും. കാലത്ത് 6:30-ക്കും വൈകിട്ട് 3 മണിക്കും. തൊട്ടടുത്ത മരത്തിൽ ഒരു മരം കൊത്തി ഇരിക്കുന്നു. വൈറ്റ് ബെല്ലീഡ് വുഡ് പെക്കർ അഥവാ കാക്ക മരം കൊത്തി. കാക്കയെ പോലെ പറക്കുന്നത് കൊണ്ടാണ് ഇവയ്ക്ക് കാക്ക മരം കൊത്തി എന്ന് പേര് കിട്ടിയത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 4-5 മ്ലാവുകൾ കുളത്തിന്റെ കരയിൽ വിശ്രമിക്കുന്നു. തൊട്ടടുത്ത് തന്നെ ഒരു പുള്ളിമാനും നിൽക്കുന്നുണ്ട്. റോഡിൽ കുറച്ച് ഹനുമാൻ ലംഗൂർസ് ഇരിക്കുന്നു. സാധാരണയായി കൂട്ടമായിട്ടാണ് ഇവരെ കാണാറ്. ഇവിടുത്തെ മറ്റൊരു കൂട്ടം ഹനുമാൻ ലംഗൂർസ്. എന്തോ കണ്ട് പേടിച്ച പോലെയാണ് അവരുടെ ഇരിപ്പ്. കുറച്ചപ്പുറത്തായി ഒരു പുള്ളിമാൻ ഫാമിലിയും ഉണ്ട്. തിരക്കിട്ടോ എങ്ങോട്ടോ പോവുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു അലാം കോൾ കേട്ടത്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോ കടുവയും കണ്ടു. ഇവളുടെ പേരാണ് ടെമ്പിൾ ഫീമെയിൽ. 4 കുട്ടികളുണ്ട്. ആ കുട്ടികളെ അന്വേഷിച്ചുള്ള വരവാണെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഇടയ്ക്ക് കുട്ടികളെ വിളിക്കുന്നുണ്ട്. അതായിരിക്കും അവിടെ ഉണ്ടായിരുന്ന മാൻകൂട്ടങ്ങൾ പെട്ടെന്ന് തന്നെ പോയത്. കുട്ടികളെ കൂടി കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നെങ്കിലും പുള്ളിക്കാരി കുട്ടികളെ അന്വേഷിച്ച് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയി. ഇനി മറ്റെന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കി പോകുമ്പോൾ വീണ്ടും ഒരു ആന, കൂടെ ചെറിയൊരു കുട്ടിയുമുണ്ട്. കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു കൊമ്പനും നിൽക്കുന്നുണ്ടായിരുന്നു. മണ്ണ് വാരിയിട്ട് ശരീരം തണുപ്പുകയാണ് അവർ. ഇത് സെർപ്പന്റ് ഈഗിൾ അഥവാ ചുട്ടിപ്പരുന്ത്. ഇത് സ്ട്രൈപ്പ് നെക്ക് മംഗൂസ് അഥവാ ചെങ്കീരി. ഏഷ്യയിലെ കീരിവർഗത്തിൽ ഏറ്റവും വലിപ്പമുള്ള ഇനമാണ് ചെങ്കീരി. ചെവി മുതൽ കഴുത്ത് വരെ നീളമുള്ള ഒരു കറുത്ത വരയുമുണ്ട്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇവിടെ കുറച്ച് കാട്ടുപോത്തുകൾ പുല്ല് മേയുന്നുണ്ട്. ഒരു മെയിലും 3 ഫീമെയിലും കുട്ടികളും അടങ്ങുന്ന ചെറിയൊരു കൂട്ടമായിരുന്നു അത്. ആരോഗ്യവാനായ ഒരു മെയിലിന് 1300 കിലോ വരെ തൂക്കവും 2 മീറ്റർ വരെ ഉയരവും ഉണ്ടാകും. നേരം ഇരുട്ടിയതുകൊണ്ട് ലൈറ്റൊക്കെ പോയി തുടങ്ങി. 6:15 സഫാരി പോയിന്റിൽ എത്തേണ്ടതുകൊണ്ട് തിരിച്ചു പോവുകയാണ്.
അങ്ങനെ രാവിലെ 6 മണിക്ക് തന്നെ സഫാരി വീണ്ടും തുടങ്ങി. ഇന്നലെ കടുവയെ കണ്ട ഏരിയയിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇന്നത്തെ സഫാരിയിൽ നമ്മുടെ ആദ്യത്തെ കാഴ്ച മാനുകളാണ്. കോടമഞ്ഞ് കാരണം ഒന്നും വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. നല്ല തണുപ്പുമുണ്ട്. മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ പോകുന്ന വഴി ഞങ്ങളൊരു സുന്ദരനെ കണ്ടുമുട്ടി. മരക്കൊമ്പിൽ കയറിയിരുന്ന് വിശ്രമിക്കുകയാണ് ചുള്ളൻ. ഇന്നലെ കടുവയെ കണ്ട ഏരിയയിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അവിടെ എത്തി കുറച്ചു നേരം നോക്കിയിരിക്കുമ്പോഴാണ് ഒരു സ്പോട്ടർ ഡിയറിന്റെ അലാം കോൾ കേട്ടത്. ഇവറ്റകൾ എന്തിനെങ്കിലും കണ്ട് പേടിച്ചുണ്ടാക്കുന്ന ശബ്ദമാണ് ഈ അലാം കോൾ. അലാം കോൾ കേട്ടതുകൊണ്ട് അവിടെ തന്നെ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. അധികം വൈകാതെ കടുവയുടെ സൈറ്റിൽ നിന്ന് കിട്ടി. തീരെ പ്രതീക്ഷിക്കാതെ മറ്റേ സൈഡിൽ നിന്ന് ഒരു കുട്ടിയും കടന്നു വന്നു. അങ്ങനെ ഈ കോടമഞ്ഞിൽ കടുവയെയും കുട്ടിയെയും കാണാൻ സാധിച്ചു. ഒരു കിഡിലോസ്കി സൈറ്റിംഗ്. പക്ഷെ അധികം വൈകാതെ തന്നെ രണ്ടുപേരും കാടിനുള്ളിലേക്ക് തന്നെ കയറിപ്പോയി. വീണ്ടും ഇറങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച് കുറച്ചു നേരം കൂടി അവിടെ നിന്നെങ്കിലും കാണാൻ സാധിക്കാത്തത് കൊണ്ട് അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. അവിടെ ഇന്നലെ കണ്ട ആനയും കുട്ടിയും. അങ്ങനെ അതും പകർത്തി വീണ്ടും മുന്നോട്ട് തന്നെ. മോർണിംഗ് സഫാരിയുടെ മെയിൻ അട്രാക്ഷൻ ഈ കോടമഞ്ഞ് തന്നെയാണ്. കാട്ടിലായാലും നാട്ടിലായാലും കോടമഞ്ഞ് ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി കാടിനെ പറ്റി പറയാനാണെങ്കിൽ നാഗർഹോള ടൈഗർ റിസർവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും മുതുമല ടൈഗർ റിസർവും വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും അങ്ങനെ പല പേരിലാണെങ്കിലും ഇവയെല്ലാം ഈ വലിയ കാടിന്റെ ഓരോ ഭാഗങ്ങളാണ്. ദേ ഒരു കൂട്ടം മ്ലാവും പുള്ളിമാനും സൈഡിൽ നിൽക്കുന്നു. ഇവിടെ കുറെ ആനകൾ നിൽക്കുന്നുണ്ട്. എണ്ണാൻ പറ്റാത്തത്ര ആനകൾ, കുറഞ്ഞത് ഒരു 30-40 എണ്ണമെങ്കിലും കാണും. പൂരത്തിന് വരുന്ന ആനകളല്ല, നല്ല അസല് കാട്ടാനകൾ. ബാക്ക് വാട്ടർ ഫീമെയിൽ എന്ന കടുവയുടെ ടെറിട്ടറിയാണിത്. കുറെ നേരം പുള്ളിക്കാരിയെ നോക്കിയെങ്കിലും കാണാൻ പറ്റിയില്ല. എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. അങ്ങനെ മോർണിംഗ് സഫാരിയുടെ ടൈം കഴിഞ്ഞു. ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു. ഇന്നത്തെ ഈവനിങ് ജീപ്പ് സഫാരിയും ഇന്നത്തെ മോർണിംഗ് ജീപ്പ് സഫാരിയും ആനിമൽ സൈറ്റിംഗ് കൊണ്ട് സമൃദ്ധമായിരുന്നു. ഇനി ഈ പാക്കേജിലെ അവസാനത്തെ സഫാരിയായ ബോട്ട് സഫാരിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ഈ കാണുന്ന കബനി റിവറിലാണ് നമ്മുടെ സഫാരി. ജീപ്പ് സഫാരി പോലെ തന്നെ 3 മണിക്കൂർ തന്നെയാണ് ബോട്ട് സഫാരി. ബോട്ടിൽ നിന്ന് ടൈഗർ സൈറ്റിംഗ് കിട്ടുമോ എന്ന് അറിയാനാണ് ഞങ്ങളുടെ ഈ യാത്രയുടെ മെയിൻ ഉദ്ദേശം. കബനി റിവർ ഇവിടുത്തെ കാടുകളുടെ മെയിൻ ഉപജീവന മാർഗം കൂടിയാണ്. ഇവിടെ ഒരു മുതല കരയിൽ കയറി കിടപ്പുണ്ട്. അടുത്ത് തന്നെ കുറെ പുള്ളിമാനുകളുമുണ്ട്. കബനി അതിൽ ഒരുപാട് മുതലുകളുണ്ട്. ദേ വേറൊരുത്തൻ. ഇത് ഓസ്പ്രേ അഥവാ താലിപ്പരുന്ത്. മത്സ്യങ്ങളെയാണ് കൂടുതലായും ഭക്ഷണമാക്കുന്നത്. അതുകൊണ്ട് ഫിഷികൾ അഥവാ മീൻപിടിയം പരുന്ത് എന്നും അറിയപ്പെടുന്നു. അങ്ങനെ ബോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ആനക്കൂട്ടത്തെ കണ്ടു. ആനയെ കണ്ടതും ആവേശം കൂടി. ആ കൂട്ടത്തിൽ ഒരു കൊമ്പനും ഒരു കുട്ടിയുമുണ്ട്. ഇതുകൂടാതെ 2-3 ആന ഫാമിലി വേറെയുമുണ്ട്. ഒരു കാല് കൊണ്ട് പുല്ല് തട്ടി ഇളക്കി തുമ്പിക്കൈ കൊണ്ട് കോരിയെടുക്കുകയാണ് അവർ. കുറച്ചു നേരം ആ കാഴ്ചയും ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. കടുവയെ കുറെ തിരഞ്ഞെങ്കിലും കാണാൻ സാധിച്ചില്ല. എങ്കിലും ഈ ബോട്ട് സഫാരി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ബോട്ടിൽ ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് അത്ര സിമ്പിളല്ല.
ബോട്ട് നിർത്തിയിട്ടാലും ഓളത്തിൽ ബോട്ട് ഇളക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു നീർനായ ഫാമിലി ചുള്ളനും ചുള്ളത്തിയും മീൻ പിടിക്കുന്ന തിരക്കിലാണ്. നമ്മൾ പോകുന്ന കബനി റിവറിന്റെ ലെഫ്റ്റ് സൈഡ് ബന്ദിപ്പൂർ ടൈഗർ റിസർവും റൈറ്റ് സൈഡ് കബനി അടങ്ങുന്ന നാഗർഹോള ടൈഗർ റിസർവുമാണ്. എത്ര കണ്ടാലും മടുക്കാത്ത കാഴ്ചകൾ തന്നെയാണ് ഓരോ യാത്രയും കാട് നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷെ എപ്പോൾ പോയാലും നല്ല ആനിമൽ സൈറ്റിങ്സ് കിട്ടണമെന്നില്ല, കുറച്ച് ഭാഗ്യം കൂടി വേണം. മറ്റുള്ള കാടുകളുമായി താരതമ്യം ചെയ്താൽ കബനി ഒട്ടും നിരാശപ്പെടുത്തിയില്ല. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതുപോലുള്ള നല്ല ഫോറസ്റ്റ് സ്റ്റോറീസുമായി ഇനി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ ഈ കബനി സഫാരി ഇവിടെ അവസാനിപ്പിക്കുന്നു.